തോപ്പുംപടി ഹാർബറിന് മുന്നിലെ താൽക്കാലിക ബസ് സ്റ്റോപ്പ് സാമൂഹിക വിരുദ്ധർ തകർത്തതായി പരാതി. തോപ്പുംപടി ഫിഷറീസ് ഹാർബറിന് മുന്നിലെ താൽക്കാലിക ബസ് സ്റ്റോപ്പ് സാമൂഹ്യ വിരുദ്ധർ തകർത്തതായി പരാതി. പനേപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സനലീസയുടെ നേതൃത്വത്തിൽ മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ച ബസ് സ്റ്റോപ്പാണ് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചതെന്ന പരാതിയുള്ളത്. ഇരുമ്പ് പൈപ്പും ടർപ്പാളിൻ ഷീറ്റും ഉപയോഗിച്ചാണ് ഇവിടെ താൽക്കാലികമായി ബസ് ഷെൽട്ടർ നിർമ്മിച്ചത്. ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തോപ്പുംപടി പോലീസിന് പരാതി നൽകി. പ്രിയ സുഹൃത്തുക്കൾ, നമുക്കറിയാം, ഇത് യൂത്ത് കോൺഗ്രസ് ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാർത്ഥികൾ വന്ന് നിൽക്കുന്ന നിരന്തരമായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ബസ് സ്റ്റോപ്പില്ല. ഈ ഫുട്പാത്ത് പണിതതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എടുത്തു കൊണ്ടുപോയി. അപ്പോൾ കാലങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് നമ്മളുടെ ഒരു ആവശ്യമാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു കൊടുത്ത ബസ് സ്റ്റോപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ബസ് സ്റ്റോപ്പ്. പക്ഷേ ഇത് പണിത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഇന്നായിട്ട് ബസ് സ്റ്റോപ്പ് ഇന്നലെയല്ലേ ഇന്ന് വൈകിട്ട് ബസ് സ്റ്റോപ്പ് സാമൂഹ്യ വിരുദ്ധർ ഇത് പൊളിച്ചു കൊണ്ടിട്ട് ഇതിൻ്റെ ഇരുമ്പ് കൊണ്ടിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഇത്ര ക്രൂരമായിട്ടുള്ള മനസ്സുള്ള ആളുകളാണ് ഇവിടുത്തെ നിയമവിരുദ്ധമായിട്ടും ചെയ്യുന്ന ആളുകളെങ്കിൽ അവരെ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുന്നതും അവരുടെ ഈ പറയുന്ന ജനമനസ്സിന് മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു പരാതി കൊടുക്കുന്നത്. ആദ്യഘട്ടമെന്ന രീതിയിൽ നിയമപരമായിട്ട് നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സനലീസിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയുടെ ഭാഗത്ത് ഈ ഒരു നിയമവിരുദ്ധത നമ്മൾ കണ്ടെത്തുകയും അതിൻ്റെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യണമെന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് യൂത്ത് ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള ലുക്ക് അടക്കമുള്ള ആളുകളും റയാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റും ബഷീറും മൻസൂറും അടക്കമുള്ള ആളുകളുടെ സന്നദ്ധരായിട്ടുണ്ട്. തീർച്ചയായിട്ടും ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാകും. ഇതൊരു കുഞ്ഞുങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് മഴ കൊള്ളാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനുമായിട്ടുള്ള ബസ് സ്റ്റോപ്പിൻ്റെ ഒരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ നടത്തിയിരുന്നത്. ഇതൊരു ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഷെഡ് ഇവിടെ ആവശ്യമാണ്. അതും കൂടി ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഉന്നയിക്കുകയാണ്. MLA-യുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. MLA-യുടെ അടുത്തേക്ക് ഈ ഒരു പരാതി നമുക്ക് ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.